ഹലോ എവരിബഡി, രേഖയും രാജം പ്ലാൻസുമാണേ. കുറേ നാളായിട്ടൊരു ഗാർഡൻ വിസിറ്റ്, ഒരു ടൂറ് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. അതിപ്പോഴാണ് സാധിച്ചത്. ഇന്നത്തേത് മെയിനായിട്ടും സെയിലല്ല, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു നേഴ്സറിയുടെ കുറിച്ചുള്ള വീഡിയോയാണ്. ഈ നേഴ്സറി താഴൂർ ഭഗവതി ക്ഷേത്രത്തിന് സമീപം വള്ളിക്കോട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മൾ പലപ്പോഴും വലിയ വലിയ നഴ്സറികളിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള ഈ നഴ്സറിയുടെ പേര് ഗോ ഗ്രീൻ എന്നാണ്. ചെറിയ നഴ്സറികളൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടാതെ പോകും. ഈ നഴ്സറിയിൽ പ്ലാന്റ്സൊക്കെ 20 രൂപ തൊട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ പച്ചക്കറി തൈകളാണെങ്കിൽ അതിലും താഴെ വരും, 5 രൂപ തൊട്ട് ഉള്ള പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. മിക്കവാറും എല്ലാ പ്ലാന്റ്സും അവൈലബിൾ ആണ്. കോവലിൻ്റെ തൈകൾ വരെയും, കോവലിൻ്റെ കമ്പ് മുറിച്ച് വേര് പിടിപ്പിച്ചത് വരെയും അവൈലബിൾ ആണ്. ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ സ്ട്രോബെറി, മഞ്ഞ കളറിലെ ഒരു ചെമ്പരത്തി, അതുപോലെയുള്ള പ്ലാന്റുകളെല്ലാം തന്നെ, മണി പ്ലാന്റുകൾ എല്ലാം തന്നെ ഇവിടുന്ന് വാങ്ങിയാണ് സെയിൽ ചെയ്തിരുന്നത്. ഈ കാണുന്ന ബോഗൺവില്ലകളെല്ലാം തന്നെ സെയിലിനായിട്ടുള്ളവയാണ്. നവംബർ മുതൽ ബോഗൺവില്ലയൊക്കെ പല പല കവറിലുള്ളതും പോട്ടിലുള്ളതുമായിട്ട് സെയിലായിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് എല്ലാം സെയിലായി പോകും. റോഡ് സൈഡാണ്. അടൂർ പത്തനംതിട്ട താഴൂർക്കടവ് വഴി പോകുന്ന റോഡിൻ്റെ സൈഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് എല്ലാം സെയിലായി പോകുന്ന ഒരു നഴ്സറിയാണ്. നഴ്സറി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ പ്ലാന്റ്സിൻ്റെയും പ്രൈസ് പറയുക ബുദ്ധിമുട്ടാണ്. അവർക്ക് മറ്റ് നഴ്സറികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസ് പറയുക ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രത്യേകം പറയട്ടെ, ഇവിടെ ഓൺലൈൻ സെയിലൊന്നുമില്ല. ആണ് ആൾക്കാരെല്ലാം കളക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം, ഇപ്പോൾ ഈ മാസം തന്നെ താഴൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ വരുന്നുണ്ട്, കുംഭഭരണി. അപ്പോൾ അവിടെ ദൂരെയൊക്കെ ഉള്ള സ്ഥലത്തു നിന്ന് ആൾക്കാരൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ വളരെ അടുത്താണ് ഈ നഴ്സറി വരിക. അപ്പോൾ ഇവിടെ വന്ന് പ്ലാന്റ്സൊക്കെ വാങ്ങാൻ പറ്റും. അല്ലാതെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു വഴി, പല വഴികളുണ്ട്. അതിൽ താഴൂർക്കടവ് വഴി പൂങ്കാവ് വഴി പോകുന്ന ഒരു റോഡുണ്ട്. അതിന് വളരെ അടുത്തായിട്ടാണ് ഈ നഴ്സറി ഉള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് നഴ്സറി വിസിറ്റിൻ്റെ ഒരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിനൊപ്പം പറയട്ടെ, ചില്ലി വെറൈറ്റി 4 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ അവൈലബിൾ ആണ്. അതിന് പ്രൈസ് വരിക 1250 രൂപയാണ്. ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, ചില്ലി യെല്ലോ, ചില്ലി ഐസ്ക്രീം 4 പ്ലാന്റിൻ്റെയും പോട്ട് സൈസ് വരുന്ന പ്ലാന്റിൻ്റെയാണ് കോംബോ അവൈലബിൾ ആയിട്ടുള്ളത്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. വീഡിയോ എൻഡ് വരെ കൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബോഗൺവില്ലയുടെ പലതരം പ്ലാന്റുകൾ, ഫയർ ഓപ്പാൽ, ചില്ലി വെറൈറ്റീസ്, ഫോർമോസ, റൂബി റെഡ്, ഫ്ലെയിം റെഡ്, അങ്ങനെയുള്ള എല്ലാം തന്നെ ഹാങ്ങിങ് ബോട്ടിലും ഇവിടെ അവൈലബിൾ ആണ്. അല്ലാതെ വലിയ ചട്ടികളിലും ചെറിയ ചട്ടികളിലും, പിന്നെ ചട്ടികളും അവൈലബിൾ ആണ്. സിമൻറ്റ് ചട്ടിയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ആർക്കെങ്കിലും ഭാഗ്യപരീക്ഷണം നടത്താൻ തയ്യാറാണെങ്കിൽ ഈ കാണുന്ന കവർ സൈസ് പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഈ കവർ സൈസ് പ്ലാന്റിൻ്റെ ഏത് പ്ലാന്റ് ആണെന്ന് അറിയില്ല. അതിൻ്റെ ഇതിലൊരു വെറൈറ്റി മാത്രം, ജുവൽ 21 മാത്രം ഇലകളുടെ വ്യത്യാസം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൽ ഒരു കവറിന് പ്രൈസ് വരിക 80 രൂപയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഈ സൈസ് പ്ലാന്റുകൾ, ഇപ്പം നമുക്ക് ഏത് കളറാണ് ഏത് ടൈപ്പാണ് എന്നറിയത്തില്ല. അങ്ങനെ പ്ലാന്റ് വേണം, കവർ സൈസ് വേണമെന്നുള്ളവർക്ക്, ചിലപ്പോൾ ഹൈബ്രിഡ് ആകാം, ചിലപ്പോൾ നേരത്തെ ഹൈബ്രിഡ് ആയിരുന്ന വെറൈറ്റി ആകാം. അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ അയച്ചു തരുന്നതാണ്. 80 രൂപയാണ് ഒരു പ്ലാന്റിന് പ്രൈസ് വരിക. ജുവൽ വെറൈറ്റി മാത്രം തിരിച്ചറിയാം അതിൻ്റെ ഇലകളുടെ പ്രത്യേകത കൊണ്ട്.
ഈ ഫോർമോസയുടെ ഒക്കെ പോട്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ കവർ സൈസ് എങ്ങും തന്നെ അവൈലബിൾ, പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ഒന്നും തന്നെ കവർ സൈസ് അവൈലബിൾ അല്ല. കവറിൽ വേര് പിടിപ്പിക്കുന്നവയും വരുന്നവയും എല്ലാം തന്നെ പോട്ടിലേക്ക് മാറ്റും ഫ്ലവർ ആകുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ കാണുന്ന പലതിൻ്റെയും ചിലതിൻ്റെയൊക്കെ ഫ്ലവർ തീർന്നവയാണ്, ചിലത് ഫ്ലവർ ആകാൻ തുടങ്ങിയവയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനൊക്കെ കുറച്ച് ഫ്ലവർ കാണുന്നത്. പല പ്ലാന്റ്സുകളും ഇവിടെ വാങ്ങിയിട്ട് അവർ റൂട്ട് പിടിപ്പിക്കുന്നതാണ്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്, ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് റേറ്റൊക്കെ കുറച്ച് കുറവായിട്ട് പല പ്ലാന്റ്സിനും നമുക്ക് കാണാൻ പറ്റും ഇവിടെ. പരിസരവാസികൾക്കൊക്കെ തന്നെ ഈ നഴ്സറിയെ പറ്റി അറിയാം. പലരും ഇവിടുന്ന് പ്ലാന്റ്സൊക്കെ വാങ്ങാറുണ്ട്. പത്തനംതിട്ട അടൂർ റോഡിൽ പോകുന്നവരും വാങ്ങാറുണ്ട്. ആർക്കെങ്കിലും അറിയാതുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്നുകൂടി വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. നല്ല ഭംഗിയുള്ള ബോഗൺവില്ല പ്ലാന്റുകളും പല സൈസിലുള്ളതുണ്ട്. അവയും അതിനനുയോജ്യമായ പോട്ടും വാങ്ങിയിട്ട് പോകാം ഇവിടെ വന്നാൽ. സിമൻറ്റ് പോട്ട് പല സൈസിലും പല ഷേപ്പിലുള്ള പോട്ടുകളും അവൈലബിളാണ്. പിന്നെ പണ്ട് ഹൈബ്രിഡായി നല്ല ഡിമാൻഡിലിരുന്ന പ്ലാന്റുകളും ഈ കാണുന്നതിൽ ചിലത് അങ്ങനെയുള്ളവയും കൂടെയാണ്. അങ്ങനെയുള്ളവയും നല്ല ഭംഗിയാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസും തായ്ലൻഡ് വെറൈറ്റീസും ഒക്കെ വന്നപ്പോൾ ഇവയുടെ ഡിമാൻഡൊക്കെ കുറച്ച് കുറഞ്ഞു. ഇതും നല്ല ചട്ടി നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ചില്ലി റെഡ്, ഫ്ലെയിം റെഡ്, ഫോർമോസ, പിന്നെ ഈ പിങ്കിൻ്റെ ഐഡിയ അറിഞ്ഞൂടാ, എല്ലാത്തിൻ്റെ ഐഡിയ അറിഞ്ഞൂടാ. ഇങ്ങനെ പല ഐഡിയയിലുള്ള ബോഗൺവില്ലകളും അവൈലബിളാണ്. കവർ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കവർ സൈസ് ഇവിടെ ഇവർ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ കുറേ ആയി കഴിയുമ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കവറിൽ നിന്ന് പിന്നെ കവർ സൈസ് കഴിഞ്ഞ് പോട്ട് സൈസിലേക്കാക്കി മാറ്റുന്നതാണ്. പൂവാകുന്നതനുസരിച്ചാണ് പോട്ടിലേക്കാക്കുന്നത്. അപ്പോൾ കവറിലിരിക്കുന്നതിന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഹൈബ്രിഡ് തന്നെ ആയിരിക്കാം, ചിലപ്പം നോർമൽ, നേരത്തെ ഹൈബ്രിഡായി ഇപ്പോൾ നോർമലായ ആണെന്ന് പറയുന്ന തരത്തിലെ ബോഗൺവില്ല ആയിരിക്കും. ഈ ബോഗൺവില്ലകളും മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ മറ്റ് പ്ലാന്റുകളുണ്ട്. അതും കുറച്ച് ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സുകളും കൂടെ ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പം തന്നെ ദൈർഘ്യം കൂടി, വീഡിയോയുടെ ദൈർഘ്യം കൂടി. എല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടെ ദൈർഘ്യം കൂടും. അപ്പം അതുകൊണ്ടാണ്. വാട്ടർ പ്ലാന്റ്സിൻ്റെയും നല്ല ഒരു കളക്ഷൻ ഇവിടെയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വാട്ടർ പ്ലാന്റും ഇവിടെ ഇപ്രാവശ്യം കണ്ടു. ചെറിയ തോതിൽ ഫേൺ വെറൈറ്റീസ്, കലാത്തിയ, പിന്നെ കാക്ടസ് ടൈപ്പ്, അങ്ങനെയുള്ള മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സുകൾ, ഓർണമെൻ്റൽ പ്ലാന്റ്സുകൾ എല്ലാം തന്നെ അവൈലബിളാണ്. നമ്മൾ വലിയ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ അവിടെ അവരുടെ ആ വലിയ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും പിന്നെ എംപ്ലോയീസിൻ്റെയും എല്ലാം കൂടെ, അവരുടെ ജോലിക്കാരുടെ എല്ലാം കൂടെ കൂട്ടി വരുന്ന പ്രൈസ് പോലെയൊന്നും ഇങ്ങനെയുള്ള നഴ്സറികളിലാവുമ്പോൾ കുറച്ചുകൂടെ പ്രൈസ് കുറവായിരിക്കും. അതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പം വേറെ അഭിപ്രായമായിരിക്കാം. ഈ കാണുന്ന ചില്ലി റെഡിൻ്റെ പ്ലാന്റില്ലേ, ഈ പ്ലാന്റ് ഒരു ഫ്രീ പ്ലാന്റാണ്. ഈ ഫ്രീ പ്ലാന്റ് എന്തിനാണെന്ന് വെച്ചാൽ, ഈ കാറ്റഗറിയിലെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണ്ടായോ. ഞാൻ ഇതുവരെ സെയിൽ വീഡിയോ മാത്രമാണ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ആദ്യമായിട്ടാണ് നഴ്സറി വിസിറ്റിൻ്റെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ വീഡിയോയെ ഒന്ന് ഷെയർ ചെയ്തിട്ട്, അത് എത്ര പേർക്ക് ഷെയർ ചെയ്തു, 1, 2, 3 പേർക്ക്, ഇതൊരു മത്സരമല്ല, ആദ്യം തന്നെ പറയുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്യണം അങ്ങനെയില്ല. നിങ്ങൾ എത്ര ആളിന് ഷെയർ ചെയ്തോ അത് കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. ഒരാൾക്ക് ചെയ്തുള്ളെങ്കിൽ ഒരാൾ, അല്ലെങ്കിൽ 2 ആൾ, അല്ലെങ്കിൽ 3 ആൾ, അങ്ങനെ ആ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. അല്ലാതെ ഡീറ്റെയിൽസ് ഒന്നും അയച്ചു തരേണ്ട ആവശ്യമില്ല. ഞാൻ 2 ആൾക്ക് ഷെയർ ചെയ്തു, 3 ആൾക്ക് ഷെയർ ചെയ്തു, അങ്ങനെ ആ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ഈ ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ഫ്രീ ആയിട്ട് തരിക. ഇതല്ല, മുമ്പ് കാണിച്ച ആ പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടുക. അത് ഏത് രീതിയിലാണ് ആളെ തിരഞ്ഞെടുക്കുന്നതെന്ന് വിന്നറെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എടുത്തതെന്ന് പറയുന്നതായിരിക്കും. ഒന്നുകൂടി
ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് അത് എത്ര പേർക്ക് ഷെയർ ചെയ്തു എന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അത്രയും മാത്രം മതി. എങ്ങനെയാണ് ആളെ സെലക്ട് ചെയ്യുന്നത്, ഒരാൾക്കാണ് ആ പ്ലാന്റ് കിട്ടുക, എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നത് വിന്നറെ അനൗൺസ് ചെയ്യുന്നതിനൊപ്പം പറയുന്നതായിരിക്കും. ഈ കാണുന്ന ആദ്യം കാണിച്ച കവർ സൈസ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊരു ഭാഗ്യപരീക്ഷണം പോലെ ആയിരിക്കും. ചിലപ്പോൾ നല്ല നല്ല ഹൈബ്രിഡ് വെറൈറ്റി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം നോർമൽ വെറൈറ്റി ആയിരിക്കും. 80 രൂപയാണ് പ്ലാന്റിന് പ്രൈസ് വരിക. പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രയും വരും കൊറിയറായിട്ട് അയക്കുമ്പോൾ. ഈ കാണുന്ന ഹാങ്ങിങ് കാണിച്ചവയും സെയിലിനായിട്ട് അവൈലബിൾ ആയവ തന്നെയാണ്. പിന്നെ ഈ വാട്ടർ ലില്ലി, നമ്മളുടെ ആമ്പൽ, അതിൻ്റെ പല വെറൈറ്റി പല കളറും ഉണ്ട്. ഇപ്പോൾ പൂക്കളുള്ളത് തന്നെ ഒരു 4 വെറൈറ്റി 5 വെറൈറ്റി പൂക്കളുള്ളവ കണ്ടു. ഏകദേശം 100 രൂപ മുതൽ മുകളിലോട്ടാണ് ഇതിന് പ്രൈസ് വരിക. അതുപോലെ താമരയുമുണ്ട്. ഈ ടേബിൾ റോസിൻ്റെ ചെറിയ കവർ സൈസിന്, ഇത് പോട്ട് സൈസാണ്, 20 രൂപ മാത്രമേ ഉള്ളൂ. പല കളർ അതും അവൈലബിൾ ആണ്. കവറിൻ്റെ പ്രൈസ് 20 രൂപയാണ് വരിക. ചെറിയ വിലയുടെ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴല്ലേ ആർക്കെങ്കിലും ഉള്ളവർക്കൊക്കെ വന്ന് വാങ്ങാൻ പറ്റൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. മഞ്ഞ എല്ലാ വെറൈറ്റി ഉണ്ട്. ഇത് നല്ല ഭംഗിയുള്ള ഫയർ ഒപ്പാലാണെന്ന് തോന്നുന്നു. മറ്റു വെറൈറ്റിയും ഇങ്ങനെ ഹാങ്ങിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഹാങ്ങിങ് പൂക്കളോടെയുള്ള പ്ലാന്റുകളാണത്. ചില്ലി ഐസ്ക്രീം ഹാങ്ങിങ്ങിൽ ഇട്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന് മുമ്പിട്ട എൻ്റെ അഗ്ലോണിമയുടെ വീഡിയോയിലെ പ്ലാന്റ്സ് ചില വെറൈറ്റി ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇപ്പോഴും അവൈലബിൾ ആണ്. അത് ഞാൻ അന്നേരം പറഞ്ഞില്ലേ, ബൾക്കായിട്ട് പല വെറൈറ്റിയും ബൾക്കായിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഈ വൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന ഡബിൾ കളർ വരുന്ന ബോഗൺവില്ലയുടെ പ്ലാന്റ്സും ചില്ലി റെഡിൻ്റെ കവർ സൈസ് പ്ലാന്റ്സും നേരത്തെ സെയിൽ ചെയ്തിരുന്ന ഇവയും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു കോംബോ പറഞ്ഞിരുന്നല്ലോ 4 വെറൈറ്റി ചില്ലിയുടെ, അതും അവൈലബിൾ ആണ്. ഈ കാണുന്ന ആമ്പലുകളും പല കളറിലെ വാട്ടർ ലില്ലികളും അവൈലബിൾ ആണ്. കളർ ഞാൻ ആദ്യം ഒരു വെള്ള കളർ കണ്ടു, ഇതൊരു പർപ്പിള്, മഞ്ഞയും നേരത്തെ ഉണ്ടായിരുന്നു. ഇത് പണ്ടേ ഉള്ള ബോഗൺവില്ല, പക്ഷേ അതിന് നിറച്ച് പൂക്കളായിട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്താണ് അവർ പുതിയ പ്ലാന്റ്സൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഒരു പുതിയ വെറൈറ്റി ആമ്പൽ ഞാൻ കണ്ടു. അത് എത്ര ക്ലിയർ ആകുമെന്ന് അറിഞ്ഞില്ല. ഇലയിൽ നിന്നുള്ള ആമ്പൽ അങ്ങനെ എന്തോ പറഞ്ഞു. അതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്കാർക്കെങ്കിലും അതിൻ്റെ പേരറിയാമെങ്കിൽ കമൻ്റായിട്ട് ഇടണേ. ഈ കാണുന്നതാണ് ആ ആമ്പൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആമ്പൽ കാണുന്നത്. ആമ്പലാണെന്ന് തോന്നുന്നു, അതും അറിഞ്ഞൂടാ. ഉച്ച സമയത്താണ്, നട്ടുച്ചയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ആ ഷൈനിങ് ആണ് വെള്ളത്തിൽ കാണുന്നത്, സൂര്യൻ്റെ. ഇതൊരു പുതിയ തരം ആമ്പലാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇതും ഇവിടെ അവൈലബിൾ ആണ്. അച്ചൻകോവിലാറിനോട് വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്കൊന്നും കുറവില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാട്ടർ പ്ലാന്റ്സുകളൊക്കെ അവൈലബിൾ ആണ്. താമരയുമുണ്ട്, സഹസ്രദളം പോലുള്ളത് അതുമുണ്ട്. പിന്നെ അല്ലാതെ പിങ്ക് ക്ലൗഡ് പോലുള്ള താമരകളൊക്കെ ഈ കുളം ഈ പോണ്ട ഒരു പൊളിക്കുന്ന സമയത്ത് വളരെ റണ്ണറും ചെറിയ ചെറിയ ട്യൂബറുമൊക്കെ വളരെ വില കുറച്ചാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പല നഴ്സറിക്കാരും ഇവരിൽ നിന്ന് വാങ്ങുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഈ വാട്ടർ പ്ലാന്റ്സ് എല്ലാം തന്നെ. നല്ലൊരു കളക്ഷൻസ് ഉണ്ട് വാട്ടർ പ്ലാന്റിൻ്റെ. ഈ ബോഗൺവില്ല പോലെ തന്നെ മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയ അഡാർണ, അർജുന അങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസും ഉണ്ട്. അതൊക്കെ പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ഭംഗിയായിട്ട് ബോഗൺവില്ല നമ്മൾ പലയിടത്തും പല വീഡിയോയിലും ഒക്കെ കാണാറുണ്ട്. അതൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ ടൈംലി കെയർ കൊണ്ട് തന്നെയാണ്. പ്രൂണിങ്ങും ടൈമിലുള്ള വളങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഭംഗിയായിട്ട് പൂക്കളായിട്ട് നിൽക്കുന്നത്. നമ്മളുടെ വേലിക്കലൊക്കെ തന്നെ ഇങ്ങനെ വലിയതായിട്ട് നിൽക്കുന്ന ബോഗൺവില്ലകളൊക്കെ നമ്മൾ പറയുമെങ്കിലും വലിയ മരം പോലെയൊക്കെ ആകുന്നതിന് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്ക നഴ്സറികളും പത്തനംതിട്ട ജില്ലകളിലുള്ള നഴ്സറികളിലൊക്കെ പോകാറുണ്ട്. അപ്പം ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങളെ പോലുള്ള ഓൺലൈൻ വെറുതെ വളർന്നു പോയ ചിലയിടത്തൊക്കെ നമ്മളുടെ പ്ലാന്റ്സ് അതിരുകളിലും വേലികളിലും ഒക്കെ നിൽക്കുന്ന കാണാൻ ബോഗൺവില്ല
വില്ലകൾ വലിയതായിട്ട് ശരിക്കും അതിന് നമുക്ക് പ്രത്യേകിച്ച് ഭംഗിയൊന്നും കാണത്തില്ലല്ലോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിങ്ങനെ ചട്ടിയിൽ പ്ലാന്റ് രണ്ടും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര ഓൺലൈൻ സെല്ലേഴ്സും എല്ലാവരും ഒരു ചെറിയ പങ്ക് ഈ ബോഗൺവില്ല ഇത്ര ട്രെൻഡിങ് ആയിട്ട് നിർത്താൻ വേണ്ടി അവരുടെ ഒരു ചെറിയ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഓൺലൈൻ സെയിലിനാണെന്ന് പറഞ്ഞാൽ പോലും സപ്പോർട്ട് തരാത്തവരുണ്ട്. സപ്പോർട്ട് തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് നല്ല വീഡിയോ എടുത്തോളൂ, ഫോട്ടോ എടുത്തോളൂ എന്നൊക്കെ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ കാറ്റഗറിയിലെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കുക. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ. ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറന്നുപോകല്ലേ. ഫ്രീ പ്ലാന്റിൻ്റെ കാര്യം വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. തമ്പനെയിലൊന്നും അതിനെക്കുറിച്ച് ഹിൻ്റൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അതുകൂടെ കണ്ടിട്ട് കമൻ്റ് ഇടണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.